ഹായ്, എൻ്റെ കൂട്ടുകാരൊക്കെ ലഞ്ച് കഴിച്ചോ? ഇവിടെ ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യ, നല്ല ചൂട്. ഞാൻ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ കൈ മുഖം കഴിഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. ചൂട് കൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത ചൂട്. വെളിയിലൊക്കെയാണ് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ രാവിലെ പുട്ടും കടലയും കഴിച്ചിട്ട് എനിക്ക് വിശക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ രാവിലെ പുട്ടും കടലയും കഴിച്ചിട്ട് കുറേ വെള്ളം കുടിച്ച് ഊപ്പാട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഇന്ന് രാവിലെ അല്ല, സോറി, ഉച്ചയായില്ലേ, അപ്പം മണി 2 കഴിഞ്ഞു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചു എന്നാൽ ശരി, പിന്നെ ചോറ് കഴിക്കാനെ കൊണ്ടുള്ള മൂഡില്ല. പിന്നെ ഈ ചൂടായി കഴിഞ്ഞാൽ ആഹാരത്തിനോടൊരു എന്താ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ശരി എന്നാൽ ഇച്ചിരി കുക്കുംബർ പിന്നെ ഇത് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്തതാണ്. അപ്പം എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെ പൊള്ളുവാന്ന് പറയുന്നത് കേട്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൂടുണ്ട് കേട്ടോ, ചൂടിന് കുറവൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് പീൽ ചെയ്യുന്ന സാധനം എടുത്തുകൊണ്ട് വരട്ടെ, പിച്ചാത്തിക്കകത്ത് പറ്റുന്നില്ല. അപ്പോൾ ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ പീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ചീകിയാൽ മതി, നീറ്റായിട്ട് തൊലി ഇളവി കയ്യിൽ വരും. ഇവിടെ ഇതിന് 20 രൂപയുള്ള കിലോ വില. നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. ഇത് ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. എന്ത് നല്ലതാണെന്നറിയാമോ? പിന്നെ വണ്ണം കുറയാനായാലും പിന്നെ വിശപ്പടങ്ങാനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് നല്ല എന്താ പറയുന്നത്, പ്രോട്ടീനും പിന്നെ വൈറ്റമിനും ഒക്കെ ഉള്ള സംഭവമാണ് കുക്കുംബർ. അതിങ്ങനെ ഇത് ചെയ്തിട്ട് എനിക്ക് നേരത്തേക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. നേരത്തേക്ക് ഈ കുക്കുംബർ എന്ന് പറയുമ്പോൾ അയ്യോ കുക്കുംബർ എങ്ങനെയാണ്, പക്ഷെ ഇപ്പോൾ എന്താ പറയുന്നത് ഞാൻ കഴിക്കും. ഇപ്പോൾ ഈ പച്ചക്കറിക്കകത്തൊക്കെ നമുക്ക് പച്ചയ്ക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഈ കുക്കുംബറൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആകുമ്പം നമുക്ക് പിന്നെ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാം. ഈ ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ ഞാൻ ഈ അതിനെക്കാട്ടിലൊക്കെ കുറേ കൂടെ സേഫർ സൈഡ് ഈ കുക്കുംബറൊക്കെ കഴിക്കുന്നതാണ് അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലെ സംഭവങ്ങളല്ലേ. അത് ഇച്ചിരി ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് നമ്മൾ അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്തെല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കുന്നല്ലേ, ക്യാരറ്റ് ജ്യൂസ്, ബീറ്റ്റൂട്ട് ജ്യൂസ് എല്ലാവരും കുടിക്കുന്നില്ല. എന്നാലും ഞാൻ പറയുക, ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പെപ്പറും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇച്ചിരി അതിനോട് ചേർത്തിട്ട് കഴിക്കാം. ഇങ്ങനെ കഴിക്കാം കേട്ടോ, കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുക്കുംബർ ആവട്ടെ എന്ന് വിചാരിച്ച്. ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നത് നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഞാനും ഇതൊക്കെ അപ്പോഴെപ്പോഴും കഴിക്കും. ഞാൻ 1 കിലോ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കൊണ്ട് തീരും. ഇത് 1 കിലോ മേടിച്ചാൽ ഒരു 4 എണ്ണം കാണും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനെ വിശപ്പാകത്തുള്ളൂ. ഇത് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടുണ്ടല്ലോ വേഗം ഡൈജസ്റ്റ് ആവും. വിശക്കുവാണെങ്കിൽ അപ്പം തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും തൽക്കാലം വേണ്ട, കാരണം കഴിച്ച പുട്ടും കടലും വയറ്റിൽ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർ ദിവസം ഒരു കുക്കുംബറെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനിവിടെ സൗത്തേക്കായി എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ദിവസം ഇതൊരെണ്ണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചോ? അപ്പോൾ നിങ്ങൾ ഊണ് കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം വെറുതെ ചുമ്മാതെ അപ്പോഴെപ്പോഴും എൻ്റെ കൂട്ടുകാരെ കാണാൻ വന്നില്ലേ നിങ്ങളെന്നെ മറന്നു പോകത്തില്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ വരുന്ന കേട്ടോ. എൻ്റെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞെന്ന് വരമ്പുറി തിന്നു കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മളവിടെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടേക്ക് കെയർ. ബൈ, സീ യു.